ജീവിതത്തെ ഭാരപ്പെടുത്തുന്നത്, വേദനപ്പെടുത്തുന്നത് നമ്മുടെ ഈ ചെറിയ ജീവിതമല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, നമ്മുടെ തീരുമാനങ്ങൾ ആണ്. ശരിയായ തീരുമാനങ്ങളുമുണ്ട്, തെറ്റായ തീരുമാനങ്ങളും ഉണ്ട്. തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് കാരണം. അറിവിൻ്റെ നിറവ് വിശാലമായി നമുക്ക് ചുറ്റും ഉണ്ട്. നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും അറിയുന്നതിലും അറിവ് വലുതായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ആ അറിവിനെ ശരിയായ രീതിയിൽ നമ്മൾ ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ നമ്മളൊരു സ്പൂണ് പോലെയാണ്. ആഹാരത്തിൻ്റെ രുചി എന്താണെന്ന് സ്പൂണ് അറിയുന്നില്ലേ? അതേപോലെയാണ് നമ്മളും. അറിവിൽ നമ്മൾ ജീവിച്ചിട്ടില്ല എങ്കിൽ, അറിവ് ജീവിക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മളെ തിരുത്താൻ സാധിക്കും. എന്നാൽ അറിവിൽ നമ്മൾ ജീവിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് നമ്മളെ തിരുത്താൻ കഴിയില്ല. അത് കാരണം നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അറിവിൽ നമ്മൾ ജീവിക്കാത്ത ഒരാളാണ് എങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്ന്, നമ്മൾക്കുണ്ടാവുന്ന അനുഭവങ്ങളിൽ നമ്മൾ പെട്ടുപോകും. അവിടെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും ഉണ്ടാവും. അതിനനുസരിച്ചുള്ള സംസാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉണ്ടാകും. അത് നമുക്ക് വേദനയായിട്ട് മാറും. എന്നാൽ അറിവിൽ ജീവിക്കുന്ന ഒരാൾ അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് അയാൾ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യുക. എത്ര കണ്ട് വേദനിക്കുന്ന അനുഭവമായാലും അയാൾ ചിന്തിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് ഒരു പാഠമുണ്ടോ. അറിവാണ് അയാളോടത് പറയുന്നത്. അത് കേട്ടതുകൊണ്ട് മാത്രം അയാൾക്കതിൽ ജീവിക്കാൻ ആവില്ലേ, മനസ്സിലാക്കാൻ കഴിയില്ല. ആ അറിവിൽ ജീവിക്കുമ്പോൾ വേദനയില്ലാതെ കടന്നു പോകാൻ അയാൾക്ക് സാധിക്കും. ഇനി അഥവാ വേദന ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര കണ്ട് ആഴത്തിൽ അയാളെ സ്പർശിക്കില്ലേ. കാരണം അയാൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ആ അനുഭവം എന്ന് പറയുന്നത് ഒരു പാഠമാണ്. അതേപോലെ അറിവിൽ ജീവിക്കാത്ത ഒരാൾ ആളുകൾ പ്രശംസിക്കുമ്പോൾ അയാളിൽ അതിൽ പെട്ടിട്ട് സന്തോഷം അനുഭവിക്കും. ഈ സന്തോഷം അനുഭവിക്കുമ്പോൾ അതിനയാൾ പിടിച്ചു വയ്ക്കാൻ നോക്കും. എത്ര കണ്ട് പിടിച്ചു വയ്ക്കുന്നുവോ, എത്ര കണ്ട് അതിനോട് ഒട്ടുന്നുവോ, അത്ര കണ്ട് വേദന അയാൾക്ക് ഉണ്ടാകും. എന്നാൽ അറിവിൽ ജീവിക്കുന്ന ഒരാൾ ആളുകൾ പ്രശംസിക്കുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ അയാൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ദൗർബല്യമാണ് അത്, എൻ്റെ ദൗർബല്യത്തെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സന്തോഷം ഉണ്ടാകുമ്പോൾ, പ്രശംസിക്കുമ്പോൾ അതിൽ പെടാതിരിക്കാനുള്ള ജ്ഞാനം അയാൾ ആഴത്തിൽ എടുക്കും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഒരാളുടെ അടുത്ത് അയാൾ ഉപദേശം തേടും. അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ
ഒരു ഗുരു വഴികാട്ടിയായി വെളിച്ചമായിട്ട് വരും. എല്ലാവരുടെ മുന്നിലും ഈ ഗുരുക്കന്മാർ വരുന്നുണ്ട്. പക്ഷേ അറിവിനെ എടുത്ത് ജീവിക്കുമ്പോൾ, അതിൻ്റെ ആ ഒരു ശാന്തിയും സമാധാനവും അനുഭവിച്ച് അറിയുമ്പോൾ, അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗുരു ഒരു വഴികാട്ടിയാണ്, വെളിച്ചമാണ്. എന്താണോ പറയുന്നത് അതറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് അതിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി അറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കുറേ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ജാഗ്രത നമ്മുടെ ഉള്ളിലുണ്ടാകും, ശ്രദ്ധയുണ്ടാകും. ജാഗ്രതയോടെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴും നമ്മൾ സമാധാനത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശാന്തിയും ആനന്ദവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കവിയും. ഏകാഗ്രമായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകും. എവിടെയായാലും ഏത് സാഹചര്യത്തിലും ആ മനസ്സ് നമുക്കൊപ്പം ഉണ്ടാകും. ജാഗ്രതയോടെ ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ ഒരാൾ തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും, സർവ്വ ജീവജാലങ്ങളെയും സമഭാവനയോടെ അയാൾ കാണുന്നു. അയാളുടെ മനസ്സ് അവിടെ രണ്ടാവുന്നില്ല, അവിടെ ഒന്നാവുകയാണ്. മനസ്സ് അവിടെ ഒന്നാകുമ്പോൾ ഒരു നിശബ്ദതയുണ്ട്, നിശ്ചലതയുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ധർമ്മമനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് ഒന്നിനെയും അയാൾ കാണുന്നില്ല, വേണ്ടാത്തത് കാണുന്നില്ല. കാതുകൊണ്ട് വേണ്ടാത്തത് കേൾക്കുന്നില്ല, നാവുകൊണ്ട് വേണ്ടാത്തത് പറയുന്നില്ല. അങ്ങനെ അയാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത ഒരു ലോകം അയാൾക്ക് മുന്നിൽ തുറക്കും. അത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴം അയാൾക്ക് ആ നിമിഷം അനുഭവിക്കാൻ കഴിയും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നല്ലൊരു പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നൊരു സംഗീതം കേൾക്കുമ്പോൾ, അങ്ങനെ നല്ലത് പറയുമ്പോൾ, ഇതിലൊക്കെ നമുക്ക് ശാന്തത അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ശാന്തത ചില സമയത്ത് നമ്മളെ വിട്ടുപോകാറുമുണ്ട്. ശരിക്ക് ദുഃഖത്തിൽ നിന്നുള്ള പൂർണ്ണ മോചനം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദുഃഖം അത്ര കണ്ട് നമ്മളെ സ്പർശിക്കില്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്, വേദനിക്കുന്നതെന്ന് നമ്മൾ ശരിയായി തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, ബോധനിറവോടെയുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ഓരോ ശ്വാസത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ ചുവടിലും നമ്മളെ അറിയുക. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മുടെ ഉള്ളിലുള്ള സംസാരങ്ങളെയും അറിഞ്ഞ് നമ്മൾ ജീവിക്കുക. ഞാൻ എന്താണ് കേൾക്കുന്നത്, എന്താണ് അറിയുന്നത്, എന്താണ് പറയുന്നത്, ഈ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണർവോടെയാണ് ജീവിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ജാഗ്രത ഉണ്ടാകും. ഇതുണ്ടാകുമ്പോൾ സ്വസ്ഥമായി, ശാന്തമായി ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് വലിയ പുസ്തകങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് നമ്മൾ വായിക്കണമെന്നില്ല. വലിയ കാര്യങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് കേൾക്കണമെന്നില്ല.
ആ കേട്ടതിനെ, അറിഞ്ഞതിനെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ സമാധാനത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നത്. അവിടെ സമാധാനത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഴിഞ്ഞ മനസ്സാണ്, ചിന്തകളും വികാരങ്ങളും അടങ്ങിയ അവസ്ഥ. ആ അവസ്ഥയിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ ആകാശത്തെപ്പോലെയാണ്. ആകാശം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അതിന് കഴിയുന്നുണ്ട്. ആ കഴിവിലാണ് ആകാശം മനോഹരമാകുന്നത്. ആകാശത്തെപ്പോലെ ഒരാൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒഴിഞ്ഞ മനസ്സോടെ ഒരാൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മൗനം അനുഭവിച്ച് അതിലലിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രകൃതിക്ക് പ്രിയപ്പെട്ടവനാണ്, സർവ്വ ജീവജാലങ്ങൾക്കും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കരുണ, സ്നേഹം മാത്രമാണ് ഒഴുകുന്നത്. അത് എല്ലാ ജീവജാലങ്ങളെയും സ്പർശിക്കുന്നുണ്ട്. അതിൻ്റെ തണലിൽ സകല ജീവജാലങ്ങൾക്കും വിശ്രമിക്കാൻ കഴിയും. ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ സമാധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കണം. ശരിയായ രീതിയിൽ നമുക്ക് നമ്മളോടൊരു ശ്രദ്ധ വേണം. ആ ശ്രദ്ധയുണ്ടാവാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാനും അങ്ങനെ ജീവിക്കാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ